പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കോക്കനട്ട് ബർഫി എന്ന് പറയും. പണ്ട് നമ്മൾ തൃശ്ശൂർകാർ പറഞ്ഞു പോണത് പാൽഗോവ എന്ന് പറഞ്ഞാൽ. അതിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പീടികകളിൽ ചില്ലുകുപ്പികളിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിൽ ചുക്കുണ്ടുണ്ടാവും, പിട്ടുണ്ടാവും, ടമ്പർ മിഠായി ഉണ്ടാവും. പിന്നെ കാശ് കയ്യിലുള്ള പിള്ളേർക്ക് വാങ്ങിക്കാനായിട്ട് ഒരു നാളികേരത്തിൻ്റെ ഇതൊക്കെ ഉള്ള സമചതുര കട്ടയായിട്ടുള്ള വെള്ള കളറുള്ള പാൽഗോവ ഉണ്ടാവും. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല, കാശുണ്ടായിരുന്നില്ല കാലത്ത്. അന്നൊക്കെ കൊതിയോടെ നിന്നിട്ടുണ്ട്. പാൽഗോവ വാങ്ങിച്ച് തിന്നെ പിള്ളേർ പാൽഗോവ വാങ്ങിച്ച് തിന്ന് പിള്ളേർ നടന്നു പോകാണുമ്പോൾ കൊതി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ പാൽഗോവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. വളരെ സിമ്പിളാണ് സാധനം. നമ്മുടെ പാൽഗോവ ഉണ്ടാക്കാനായിട്ട് ഇത് നാളികേരം ചെരിക്കില്ലേ, ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ സാധനം. പിന്നെ ഒരു സ്വല്പം പാല്, ഇത് ഒരു 2-3 ടീസ്പൂൺ പാലാണ് എടുത്തോണ്ട് കേട്ടോ. പിന്നെ ഒരു 1.25 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം, നെയ്യ് ആവശ്യത്തിന്, പിന്നെയുള്ളത് ഒരു 3-4 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇത്തിരി പഞ്ചസാര കൂട്ടി പിടിച്ച ഏലക്കായ. പിന്നെ വേണ്ടത് നമുക്ക് ഈ സാധനമാണ്, ഈ പരത്താനുള്ളൊരു പാത്രം. പാചകം തുടങ്ങാനായിട്ട് ആയി തന്നെ നമ്മൾ തീ കത്തിക്കണം. നമ്മൾ നാളികേരം ഒന്ന് വെറുതെ ചൂടാക്കി എടുക്കണം. ആദ്യത്തെ വെള്ളം ഒന്ന് കളയണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കണം. നമ്മുടെ ഉരുളിയിലത്തെ വെള്ളം വറ്റി. അപ്പോൾ നമ്മൾ നാളികേരം ഇതിലേക്ക് ഇരുന്നു കേട്ടോ. ശരിക്കും നാളികേരം ഇതിലിടുന്നു. നമ്മളിതേ ഇതിലത്തെ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിക്കുന്നുണ്ട്, അത്രേ അതിനുള്ള, വേറെ ഒന്നുമില്ല. ഇത് ഫ്രൈ ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറും. ഒരു 3 മിനിറ്റോളം ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ നാളികേരം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കുണ്ട് കേട്ടോ. ഈ മിക്സിയുടെ ജാറിലേക്കില്ലേ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പില്ലേ, ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇടാം. ഇത് നിർബന്ധമല്ല കേട്ടോ, അണ്ടിപ്പരിപ്പൊന്നും നിർബന്ധമുള്ളതല്ല. അത് നമ്മൾ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടാനായിട്ട്, രുചിക്കൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചേർക്കണം എന്നുള്ളത്. ഇങ്ങനെ പൊട്ടിച്ച് ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇതില്ലേ, ഇത് മിക്സിയിൽ നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ കാണിക്കില്ലേ, അത് ഒന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇടത്തോട്ട് വെറുതെ ഒന്ന് കാണിക്കുക. അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലത്തോട്ട് തിരിച്ച് ഇങ്ങോട്ട് പടപടപെട്ട് എന്നിട്ട് അടിച്ച് നശിപ്പിച്ച് കൊണ്ടുവരരുത്. നമ്മൾ ഇതിങ്ങനെ ആക്കി വേണം കേട്ടോ. കേട്ടാ ഇത് ഈ കേട്ടാ ഇങ്ങനെ നല്ല എല്ലാം ഒരു ലെവലായി. അല്ലെങ്കിൽ ചില നാളികേരത്തിൻ്റെ ചെരുക്കുമ്പോൾ ഓരോ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ ലെവലാക്കി കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മൾ ഇതിൽ നമ്മുടെ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ഇടുന്നു കേട്ടോ. ഒരു 1.25 കപ്പ് പഞ്ചസാര ഉണ്ട് കേട്ടോ. പഞ്ചസാര ലായനി ഈ പഞ്ചസാരയുടെ അലിഞ്ഞ് വരുമ്പോൾ അതേ തളയിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ 2 ടീസ്പൂൺ പാലില്ലേ അതിലേക്ക് ഒഴിക്കുക. കുറച്ച് ചെളി ഉണ്ടാവില്ലേ, കളയാനാണ് നമ്മൾ. തിള വന്നു കേട്ടോ. തിള വരുമ്പോൾ ഇതിൽ ചെളി ഉണ്ടാവും, പഞ്ചസാരയിൽ ചെളി ഉണ്ടാവും. ആ ചെളി കളയാനാണ് നമ്മൾ പാൽ ഒഴിച്ചത് കേട്ടോ. നമ്മൾ നാറുന്നണ്ടി സിറപ്പ് ഉണ്ടാക്കിയില്ലേ, ആ സമയത്തും അതിൽ നമ്മൾ കോഴിമുട്ടയാണ് ചേർത്തത്, ഈ പഞ്ചസാരയിലത്തെ ചെളി കളയാനായിട്ട് കോഴിമുട്ട. അപ്പോൾ പാലൊഴിച്ചാലും മതി. അത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലൊഴിച്ചാലും ഈ ചെളി പോരുന്നു. നമ്മൾ പാലൊഴിക്കുന്നു, കോഴിമുട്ടയിൽ ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനത്തെ ഈ സാധനമില്ലേ, ഇത് കണ്ട, ഇത് കോരി കളയാം. പറഞ്ഞ പോലെ അത് എന്തിട്ട് ചെളി എന്തിട്ടാന്ന് എനിക്കറിയില്ല, പഞ്ചസാരയുള്ള ചെളി തന്നെയായിരിക്കും. ടീസ്പൂൺ കൊണ്ട് കോരി കഴിഞ്ഞാലേ ശരിക്കും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടിട്ട് കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധമൊക്കെ പോകും. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഈ പാത്രം എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇതിലാണ് പരത്താം. അപ്പോൾ ഇതിൽ ഒരു സ്വല്പം നെയ്യില്, ഒരു പേരിന് ഒരു പൊട്ട് നെയ്യ് പറ്റി വയ്ക്കാന്ന് പറഞ്ഞിട്ടില്ലേ, പറ്റി വയ്ക്കും. ഇങ്ങനെ ഒന്ന് ആകിന്ന് തടവിന്ന് വെക്കണം കേട്ടോ. നമ്മൾ വീണ്ടും നമ്മുടെ ഉരുളി കഴുകി കൊണ്ട് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണ. നമ്മൾ തീ കത്തിച്ചിട്ട് അടുപ്പത്തേക്കിന് മഴ തോന്നുന്നുണ്ട് ചെറുതായിട്ട്, അത് തന്നെ കുഴപ്പമായി. ഈ നമ്മുടെ ഈ ഉരുളിയില്ലേ അതിലേക്ക് നമ്മൾ പഞ്ചസാര ലായനി ഒന്ന് അരിച്ചൊഴിക്കുക കേട്ടോ. മഴ പെയ്തായിരുന്നു, ഞാൻ ഒന്ന് മാറി നിന്നു, അത് കാരണം ലായനിന്ന്
കട്ട് ചെയ്യുന്ന മാത്രമല്ലോ, വേറെ ഒന്നുമില്ല. അരിച്ചൊഴിച്ചല്ലോ എപ്പോഴും. അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നല്ല നീറ്റായിട്ടുള്ളത് കിട്ടും. നമ്മൾ എന്നിട്ട് ഈ പഞ്ചസാര അങ്ങോട്ട് ഇളക്കുക. ഇതിന് ഒരു നൂല് പരുവം ആവണതിന് മുമ്പാണ് ഈ നമ്മുടെ ഇത് ഇടേണ്ടത്. ഒരു നൂല് പരുവാവണതിന് മുമ്പായി ഇതേട്ടാ. ഇതിലേക്ക് നമ്മുടെ നാളികേരം മിക്സിയിലാക്കിയത് അതിടാം കേട്ടാ. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലക്കായില്ലേ, ഇത് പഞ്ചസാര ഒരു സ്വല്പം കൂട്ടിച്ചേർത്ത് പൊടിച്ചാണ് കേട്ടോ, ഒരു 5-8 ഏലക്കായ അതിടാം. അയ്യോ കയ്യിൽ നിന്ന് പാത്രം പോയതിനെപ്പന്നെ. എന്നിട്ട് നമ്മൾ ഇളക്കാം. ആഹാ, ഇത് തീ നേരിയ ഇതിൽ മതിട്ടാ, അല്ലാണ്ട് അധികം നേരം നമുക്ക് ഇട്ടിട്ട് ആക്കണ്ട. നമ്മുടെ തീ ഓഫ് ചെയ്യാട്ടാ, നമ്മുടെ തീ ഓഫ് ചെയ്യാം പാകമായി. ഇനി ഇത് നമ്മൾ ഇതിലേക്കാണ്ട് ഇടണം കേട്ടാ. ഇതിൻ്റെ ഫുള്ളിലേക്ക് ഉണ്ടാവില്ല, ഒരു സൈഡിലേക്ക് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ നെയ്യ് പരത്തിയിട്ടുള്ള ഒരു ഇതില്ലേ, ചട്ടക അല്ലെങ്കിൽ ഒരു ടീസ്പൂണാ, അതുകൊണ്ട് നമ്മളിന്ന് പരത്തി കൊടുക്കാം കേട്ടാ ഭംഗിയിൽ. ഒരു 6 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടെങ്കിൽ, 6 കപ്പ് വേണ്ട, ഒരു 5 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൂടി നിറഞ്ഞു. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു പാത്രം നിറച്ചതിന് കേട്ടാ. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് വരയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഷ്ണങ്ങളാക്കേണ്ടി വരില്ല നമുക്ക്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടുപോരും. കാരണം ഇവ കറക്റ്റ് അളവിനുള്ളാകുമ്പോൾ ഇത്രയ്ക്ക് ബാക്കി വരും. പിന്നെ ഇത്ര മതി ഇതൊക്കെ. അങ്ങനെ നമ്മുടെ പാൽഗോവയുടെ പണി ഏകദേശം കഴിഞ്ഞു. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് സരിതനിക്ക് കൂടി വിളിക്കാം. പാൽഗോവ നമ്മൾ പണ്ട് കഴിഞ്ഞ പോലെ ആയിട്ടുണ്ടോന്ന് അറിയില്ല, അവരൊന്നും അറിയിട്ടില്ല, അവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. ഒന്ന് ചൂടാറില്ല കേട്ടാ. നമുക്കേ മഴ വന്ന് ഇത് വലിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഈ സൈഡിലത്തെ നമുക്ക് ഇവിടെ മാറ്റാം. ജഗ്ഗു കളിക്കാൻ പോയിരുന്നുണ്ട്. കുറച്ച് വരണല്ലോ, നമ്മൾ മഴ കാരണം എടുത്തു കേട്ടാ. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ വെപ്രളവിട്ട് എടുക്കുക. മഴയിൽ വരുന്നത് മഴ നമ്മുടെ പാൽഗോവ എന്ന് പറയുന്നത് കോക്കനട്ട് ബർഫി. ഈ സാധനം മഴ ജഗുന് ഇല്ലേ, ജഗു ജോവിൻ്റെ ഒപ്പം അവിടേക്ക് പോയി കേൾക്കാന്നുണ്ട് കളിക്കാൻ. ഞാനേ ഇതാവണതിന് മുമ്പ് മറ്റേ നന്നായിട്ട് ഉറക്കണതിന് മുമ്പേ എടുത്തു. ഇനി ആ മഴയിൽ വരുന്നത് അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ തിന്നോക്ക. നീ സ്കൂളിൽ പോകുമ്പോ ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. യോഗല്ലേ, ഒരു 30 കൊല്ലം കൂടി മുമ്പ് ജനിക്കണ്ടായിരുന്നു. ഞാൻ അധികം കഴിക്കുന്നില്ല. പിള്ളേർക്ക് ഇഷ്ടപ്പെടും, നമ്മളെ പിള്ളേർക്കൊന്നും അധികം കഴിക്കാൻ പറ്റില്ല, ഷുഗർ വരും. പണ്ട് കാലത്ത് ഈ വക സാധനങ്ങള് പഞ്ചസാര ഉണ്ടാക്കിയ സാധനങ്ങൾ കിട്ടാനായിട്ട് കൊതിയായിരുന്നു. നമുക്ക്
ആ ഒരു മിഠായില്ലേ അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര ലായനിയാണ് നിറച്ചിട്ടുള്ളത്, മറ്റേ എന്ന് പറയാ തേനിലാവ, അതെനിക്കിഷ്ടാ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയം ശർക്കര കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അത്രയ്ക്ക് പിടുത്തല്ല. അതിന് ഈ പാലടയൊക്കെ വന്നപ്പോ പാലട ലോകം മുഴുവൻ കീഴടക്കി പെട്ടെന്ന്. നമുക്ക് പിന്നെ ഈ ശർക്കര കൊണ്ട് ഉണ്ടാകുന്ന പായസത്തിനോട് താല്പര്യം കുറഞ്ഞു, പാലടയൊക്കെയാണ് ഡിമാൻഡ് വന്നത്. പക്ഷെ പിന്നെ ഇപ്പൊ തിരിച്ചറിവ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി പഞ്ചസാര വളരെ അപകടകാരിയാണ്, ശർക്കര അത്ര വലിയ കുഴപ്പമില്ല, അങ്ങനെയും വന്നു. അപ്പൊ ഇത് അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി വീട്ടിലൊന്നും സ്കൂളിൽ പോകുമ്പോ കടകളിൽ കിട്ടണ സാധനമായിരുന്നു പാൽഗോവ എന്ന് പറയുന്നത്. ഇത് കുപ്പികളിൽ ഉണ്ടാവും നിറച്ച്. പക്ഷെ ഇതുപോലെയല്ല, അതിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയാം, തേനിലാവ് കണ്ടിട്ടുണ്ട് കുപ്പിയില്. പിന്നെ പൊട്ടുകടൽ ഇരിക്കണ്ടാവും. പൊട്ടുകടല ഞങ്ങളുടെ കാലത്തുണ്ട്. പിന്നെ ടെമ്പർമിഠായി കിട്ടുണ്ടാ? ഇല്ല. പിന്നെ പല്ലൊട്ടി ഇല്ല. ചുക്കുണ്ടാ? ഇല്ല. നിന്റെ ജീവിതം പാഴായി. പിന്നെ ചുവപ്പ് കളറിലുള്ള ഒരു മിഠായി ഉണ്ടായിരുന്നു. ചുവപ്പ് കളറിലെ മിഠായി 5 പൈസ. 5 പൈസയാണ് ഇങ്ങടാണ് ഒരു മിഠായിക്കാണെന്ന് എന്റെ ഓർമ്മ. പക്ഷെ ആ മിഠായി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലെ തൊലി പോവില്ല, അങ്ങനത്തെ മിഠായി. പിന്നെ ബബിൾ ഗങ്ങള് അതൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാക്ടോ കിങ്, എക്ലെയർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മിഠായികൾ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കാലത്ത് മിഠായി ഒന്നും അങ്ങനെ അറിയില്ല. അപ്പൊ അങ്ങനെ നിർത്താം. മഴ വീണ്ടും വരും. മഴ വരുന്നുണ്ട് വീണ്ടും. അപ്പൊ നമുക്ക് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതല്ലല്ലോ, ഷുഗർ കൂടുതലുള്ള സാധനമാണല്ലോ. ഇതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ അത് ഈ മഴയുടെ ഇതൊക്കെ കൂടി കയറുമ്പോ ഒരു കാപ്പി കുടിച്ചിട്ട് ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ ഈ സമയത്ത് കഴിക്കാൻ നമുക്ക് മടിയായിരിക്കും. എന്തായാലും പോട്ടെ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി രക്ഷയില്ല. അപ്പൊ നമ്മൾ നിർത്താണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.